ശ്രീ പണ്ഡ്യാല ഷാജി, എന്തായാലും അടുത്ത നേതാവ് ആര് എന്നുള്ളതാണ്. എളമരം കരീം കഴിഞ്ഞു, ഹർഷകുമാർ കഴിഞ്ഞു, ഇനിയിപ്പോൾ മത്സരമാണല്ലോ സ്ത്രീകളെ എങ്ങനെ അധിക്ഷേപിക്കാമെന്നതിൽ. ഇനിയും പരാമർശം പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? തീർച്ചയായും ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനൊന്നും അയാൾക്ക് യാതൊരു തരത്തിലുണ്ടാകുന്ന കുറ്റബോധവും ഇല്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, പിന്നെ VS-നെ പിന്നെ മലപ്പുറത്ത് നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗത്തിനകത്ത് അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവിടെ അയാളുടെ പേര് ഞാൻ ആവർത്തിക്കാത്തത്. അയാൾ വളരെ മോശമായ ഭാഷയിൽ VS-നെ ഒരു പരാമർശം നടത്തി. ആ പരാമർശം നടത്തിയപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി അതിൻ്റെ പാർട്ടി സെക്രട്ടറിയാണ്. അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഉണ്ട് അതിന്. അതൊരു നാടൻ പ്രയോഗമല്ലേ? അതൊരു നാടൻ പ്രയോഗമാണ്. ഒരു ചിരിയും ചിരിച്ചങ്ങ് പോയി. ഇതേ പരാമർശം ഇയാൾക്കെതിരെയാണ് നടത്തിയിട്ടുണ്ടെങ്കിലോ അതിന് VS കൊടുത്തിരിക്കുന്ന മറുപടി ഉണ്ട്. കോഴിക്കോട് നടന്നിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം നടത്തിയിരിക്കുന്ന സംഭവത്തിനകത്ത് അതിന് പല പത്രക്കാർ ചോദിച്ചപ്പോൾ അതിന് VS കൊടുത്തിരിക്കുന്ന മറുപടി ഉണ്ട്. ആ മറുപടി ഏറ്റുവാങ്ങിയ ഇടം അയാളെ നാവിൽ നിന്ന് പിന്നെ വാക്ക് വീണിട്ടില്ല. അത് അങ്ങനെ അരിയാൻ മാത്രം ഉണ്ടാവുന്ന യോഗ്യതയുള്ള നാവുമാണ് VS-ന്റെ. അത് രണ്ടാമതായിട്ട് വരുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ, നിങ്ങളുടെ എല്ലാ സംഭവത്തെയും ആക്ഷേപിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന ഒരു പാർട്ടിക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണ് ഇപ്പോൾ ഉള്ളത്? ആരാണ് അവരെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? പാർലമെന്റിനകത്ത് സംസാരിക്കാൻ പോലും ഒരു ആൾ ഇവിടെ കേരളത്തിൽ നിന്ന് വേറെ ഒറ്റ ഒരുത്തല്ലേ ഉള്ളു അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ എടുത്ത് കാരണം പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന പിന്നെ രണ്ടാളുകൾ, രാജസ്ഥാനിൽ വന്നിരിക്കുന്നത് ആരാ? രാജസ്ഥാനിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ആരാന്റെ ഔദാര്യത്തിൽ കയറി വന്നതല്ലേ? ആരാന്റെ ഔദാര്യത്തിൽ കയറി വന്നിട്ടാണ് ഇതിനകത്ത് ഇത്രയും വലിയ ബടായി വിടുന്നത്? ഈ ബടായി വിടാൻ മാത്രം ഈ പറയുന്ന പത്തനംതിട്ടയിലെ ജില്ലാ പ്രസിഡന്റിനെ പോലും പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റ് എന്നതാണ്. അത് മസിൽ പവറിന്റെ വിഷയമാണ്, ധിക്കാരത്തിന്റെ ഭാഷയാണ്. ഈ ധിക്കാരത്തിന്റെ ഭാഷയും തന്നിഷ്ടത്തിന്റെ ഭാഷയാണത്. ഈ തന്നിഷ്ടത്തിന്റെ ഭാഷ വർഗരാഷ്ട്രീയത്തിന്റെ ഭാഷയല്ല. അത് അവിടെ എന്താണെന്നറിയോ, അവിടെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന ഭാഷയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഒരൊറ്റ വാക്ക് പോലും അൺപാർലമെന്ററി ആക്കുന്ന ഭാഷ ഞാൻ പ്രയോഗിച്ചില്ല. എനിക്ക് അൺപാർലമെന്ററി ആക്കുന്ന ഭാഷ നന്നായി പ്രയോഗിക്കാൻ അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിന് മഹത്വം പറയാനോ അല്ലെങ്കിൽ അത് പ്രയോഗിച്ചില്ല എന്നുള്ളതിനെ കൂടെ വിഷമമല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അറിയേണ്ടുന്ന ഒരു വിഷയം എന്ന് ജീവിതഗന്ധിയായി വരേണ്ടിയിരിക്കുന്ന ഒരു സമരത്തെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും വരെ കെടുക. എന്നിട്ടോ ആ പരിഹരിച്ച സംഭവത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ആരാന്നറിയോ? നിങ്ങൾ വാസ്തവത്തിൽ CITU-വിന്റെ മാനേജർമാർ മാത്രമല്ല, അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. നിങ്ങൾ കേവലമായ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. ഈ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന അയാൾ. അവിടെ അയാൾക്ക് എന്തിട്ടാവില്ല, അയാൾക്ക് ഒരിക്കലും തന്നെ വികാരപരമായ ഒരു സമരത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. വികാരപരമായ സമരത്തെ അഭിമുഖീകരിക്കും മുദ്രാവാക്യം വിളിക്കുന്നതിനും ആ മുദ്രാവാക്യം ചങ്കിൽ തട്ടി പ്രകമ്പനം കൊള്ളുന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ലെഫ്റ്റ് പൊളിറ്റീഷ്യൻ ആവുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിംബലൈസർ ആവുന്നത്. അതുപോലും അറിയാതെ മോശവും മ്ലേച്ഛവുമായ ഭാഷ പ്രയോഗിക്കുക. ആ ഭാഷ എന്താ ചെയ്യുക? ആ ഭാഷ ഗംഭീരമാണെന്ന് പ്രഖ്യാപിക്കുക. ഇതിങ്ങനെ പ്രഖ്യാപിച്ച് വരുന്നതിലൂടെ കുഴപ്പം എന്താ പറയുക? ഈ കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന സാംസ്കാരിക മലിനീകരണം ഏറെ വൈകാതെ 2026 തിരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഈ സാധനം അശുഭാവം ഉറപ്പാണ്. അത് ഉറപ്പാവുന്നില്ല എങ്കിൽ അത് വരാനിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ രൂപരേഖ എന്താണെന്ന് ഞാൻ വേറെ ഇതേ ചാനലിനകത്ത് ഞാൻ പറഞ്ഞതാണ്. ഇനി എങ്ങനെ വന്നാൽ പോലും 2026 ഈ സാധനം പൂതൽ പിടിച്ച് വീഴും. അത് വീണാൽ പോലും മിനിമം 10 വർഷക്കാലത്തെങ്കിലും ഈ പാർട്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ദുരന്തങ്ങൾ സാംസ്കാരിക മേഖലയിൽ, സംഘടനാ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ അത് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ തുടരുക തന്നെ ചെയ്യും. എന്താ കാര്യം അറിയോ? അത്രമാത്രം മലീമസമാക്കിയിരിക്കുന്നു ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ ഈ CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി. അതാണ് അതിന്റെ ഏറ്റവും വലിയ ദുരന്തം. അതിനെ നയിക്കുന്ന അതിനകത്ത് പെട്ടിരിക്കുന്ന ഈ CITU എന്ന് പറയുന്നത്, അതായത് പറഞ്ഞ് ഈ സി കണ്ണാടനെ പോലെയുള്ള ഉജ്ജ്വലരായ നേതാക്കന്മാരുണ്ടായിരിക്കുന്ന ഒരു പാർട്ടി, ഒരു സംഘടനയാണത്. ആ സംഘടനക്ക് ഇതുപോലുള്ള ആളുകൾ വരിക, ഒരു CITU-വിന്റെ പേര് കൊടുക്കുക. എത്ര പാപമാണത്! എന്നിട്ടോ ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഇവൻ ആരണോ? ഇവൻ ഫ്യൂഡലോ? ഇത്ര ഫ്യൂഡലാവുന്ന ആൾക്ക് എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്ന് പറയാൻ കഴിയുക? അവിടെ അയാളെ ശരിക്കും തന്നെ അയാൾ ആത്മപരിശോധന നടത്തുക. സമരത്തിന്റെ തീക്ഷണതയിൽ തന്നെ അത് അതിന്റെ സ്വാഭാവികമായ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയും അത് തടയാൻ ഒരാൾക്കും സാധ്യമാവാത്ത വിധത്തിൽ അത് വളരുകയും വികസിക്കുകയും ചെയ്യുമെന്നാണ് മിസ്റ്റർ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. ഹരിദാസ്, ഒരു മിനിറ്റ് അങ്ങനെ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുമോ? ഒരു മിനിറ്റ്. ഞാൻ ഈ മിസ്റ്റർ ഷാജി പറഞ്ഞതിനെ വെല്ലുവിളിക്കുന്നു. 2026 കഴിയുമ്പോൾ കേരളത്തിൽ ഇവിടുത്തെ തൊഴിലാളികളുടെയും സഹോദരിമാരുടെയും മുഴുവൻ ജനവിഭാഗങ്ങളും വോട്ട് കിട്ടി വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരും. നിങ്ങൾ അന്ന് നിർത്തണം. പണ്ട് മാമൻ മാപ്പിള പറഞ്ഞ പോലെ
ഞങ്ങളുടെ കുടുംബം വിഷം കഴിച്ച് മരിക്കും 59 പറഞ്ഞതാണ്. ആ വർത്തമാനം പറഞ്ഞിട്ട് കേരളത്തിൽ പോകത്തില്ല. ഒന്ന് രണ്ട് അത് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് 6 മാസം മുമ്പ് പറഞ്ഞ ആളാണ് ഞാൻ. 6 മാസം മുമ്പിൽ പറഞ്ഞ ആളാണ് ഞാൻ. അത് വിട്. ഓക്കെ. ഇനിയും പറയാം. നിങ്ങൾ ഈ ആശാസമരം പിന്നിട്ടതിന് ശേഷം 11-12 ദിവസം കഴിഞ്ഞാണ് മരിക്കാതെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നേരിൽ കാണാം. ബി ജെ പി തോറ്റു, UDF തോറ്റു, LDF-നെ ജനങ്ങൾ കൈവിടത്തില്ല. ആശമാരെ സഹായിക്കുന്ന പ്രസ്ഥാനം കേരളത്തിലെ രാഷ്ട്രീയ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്ത് പറയാനാണ്? മുഖ്യമന്ത്രിയുടെ ഭാര്യയും മക്കളും പുറത്തു വരില്ല. അവരെ രാഷ്ട്രീയ രാഷ്ട്രീയ ഭീരുവാണ്. സാമ്പത്തിക വർഷത്തിൽ 33,000 കോടി രൂപ മാത്രമാണ് NHM-ന് കേന്ദ്രം മാറ്റിവെച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്ക് 4% മാറ്റിവെക്കണം. അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് മാന്യമായി ചെയ്താൽ മതി. അവസാനിപ്പിക്കാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് നേരത്തെ ശ്രീ രാജി ചൂണ്ടിക്കാണിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വർദ്ധിച്ച പിന്തുണയാണ് CPM-നെയും CITU-വിനെയും അലോസരപ്പെടുത്തുന്നതും വിറളി പിടിപ്പിക്കുന്നതും.